യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 19. ഈജിപ്തിനെതിരെ. ഈജിപ്തിനെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. ഇതാ കർത്താവ് വേഗമേറിയൊരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും. ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും. സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും. ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും. അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും. അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും. ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നൈൽ നദി വറ്റിപ്പോകും. അത് ഉണങ്ങി വരണ്ടു പോകും. അതിൻ്റെ തോടുകൾ ദുർഗന്ധം വമിക്കും. നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും. അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും. നൈൽ നദീതീരം ശൂന്യമായി തീരും. അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും. മീൻപിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും. വല വീശുന്നവരും ദുഃഖിക്കും. മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും. ദേശത്തിൻ്റെ തൂണുകളിലായിരുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ ദുഃഖിക്കും. സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരാണ്. ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ ഭോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു. ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ്, പൗരാണികനായ ഒരു രാജാവിൻ്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും? നിന്റെ ജ്ഞാനികൾ എവിടെ? സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ. സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. മെംഫിസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു. കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ ഈജിപ്റ്റ് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. വാലിനോ തലയ്ക്കോ ഈന്തപ്പന കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിനു വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല. ഈജിപ്റ്റ് അനുഗ്രഹിക്കപ്പെടും. അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും. യൂദ ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. അതിൻ്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയയ്ക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. അതിലൊന്ന് സൂര്യനഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും
കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്റ്റിനെ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും. അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും. അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു: എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയായ അസീറിയയും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ ദൈവജനമേ, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, യഹൂദ രാജ്യം അസീറിയയുടെ ഭീഷണിയിൽ ഇരുന്ന കാലത്താണ് ഇത് എഴുതപ്പെട്ടത് എന്ന് കാണുവാൻ സാധിക്കും. അന്ന് പലരും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ഈജിപ്തിൻ്റെ സൈനിക ശക്തിയിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. എന്നാൽ ഈജിപ്റ്റ് പോലും തകർന്നു പോകുമെന്നും കർത്താവാണ് ഏകശരണമെന്നും പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിച്ചു. ആ കാലത്തെ രാഷ്ട്രീയ കലുഷിതാവസ്ഥയിൽ ദൈവജനത്തിന് വഴികാട്ടിയാകാനാണ് ഈ വചനങ്ങൾ നൽകപ്പെട്ടത്. ഈജിപ്തിനെതിരെയുള്ള ഈ പ്രവചനം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ലോകശക്തികൾ ഒന്നുമല്ലെന്നും അത്യുന്നതനായ ദൈവം മാത്രമാണ് ലോകഗതിയെ നിയന്ത്രിക്കുന്നതെന്നും ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. ഈജിപ്തിന്മേൽ ദൈവം നടത്തുന്ന ന്യായവിധിയും പിന്നീട് അവർക്കുണ്ടാകുന്ന മാനസാന്തരവുമാണ് ഇതിലെ പ്രധാന സന്ദേശം. കർത്താവ് വേഗതയുള്ള മേഘത്തിന്മേൽ കയറി ഈജിപ്തിലേക്ക് വരുന്നു എന്ന ചിത്രീകരണം അവിടുത്തെ പരമാധികാരത്തെ കാണിക്കുന്നു. വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസത്തിലും മുഴുകിയിരുന്ന മിസ്രയീം ദേശം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളുന്നതായി നാം വായിച്ചു കാണുന്നു. അവിടെ ആഭ്യന്തര കലഹങ്ങളും സാമ്പത്തിക തകർച്ചയും ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു. എന്നാൽ ശിക്ഷാവിധിയുടെ അവസാനം ഈജിപ്തുകാർ ദൈവത്തെ തിരിച്ചറിയുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുമെന്ന വലിയ വാഗ്ദാനം ഇതിലുണ്ട്. അസീറിയയും ഈജിപ്തും ഇസ്രായേലും ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ ഒരു ഭാവി കാലം ഈ അധ്യായം പ്രവചിക്കുന്നു. അസീറിയൻ രാജാവായ സെന്നാകെരീബിൻ്റെ ആക്രമണ സമയത്തും ബാബിലോണിയൻ പ്രവാസകാലത്തും ഈ വചനങ്ങൾ വലിയ പ്രസക്തിയുള്ളവയായിരുന്നു. അക്കാലത്തെ പ്രബല ശക്തിയായിരുന്ന ഈജിപ്തിൻ്റെ പതനം യഹൂദരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും. മനുഷ്യരിലും ഭരണകൂടങ്ങളിലും ആശ്രയിക്കുന്നത് എത്രമാത്രം വ്യർത്ഥമാണെന്ന് ചരിത്രം അന്ന് തെളിയിച്ചു. ഈജിപ്തിലെ നൈൽ നദി വറ്റി വരളുന്നതും അവരുടെ ജ്ഞാനികൾ വിഡ്ഢികളാകുന്നതും ദൈവത്തിൻ്റെ ഇടപെടലായി ജനങ്ങൾ കണ്ടു. ഏശയ്യായുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് അവർക്കും ബോധ്യപ്പെട്ടു. ഈ ചരിത്രപരമായ പൂർത്തീകരണം, പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ നീതിയുടെയും പരമാധികാരത്തിൻ്റെയും അടയാളമായിരുന്നു. ഈ അധ്യായത്തിൽ വെളിപ്പെടുന്ന ഏശയ്യാ പ്രവാചകൻ്റെ വ്യക്തിത്വം അത്യന്തം ധീരവും ദൈവത്തോടുള്ള വിശ്വസ്തത നിറഞ്ഞതുമാണ്. അധികാരികളുടെ പ്രീതിയേക്കാൾ ദൈവത്തിൻ്റെ സത്യം വിളിച്ചു പറയാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. ജനങ്ങൾ ലോകശക്തികളെ ഭയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വളരെ ശാന്തനായി പ്രവചിച്ചു. ശത്രു രാജ്യമായ ഈജിപ്തിനോട് പോലും ദൈവത്തിനുള്ള കരുണയും കരുതലും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷാവിധികളെക്കുറിച്ച് പറയുമ്പോഴും ഏശയ്യാ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രത്യാശയുടെ കനലുകൾ ബാക്കിയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ചരിക്കാൻ ഏതൊരു പ്രതിസന്ധിയിലും തളരാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഏശയ്യാ പ്രവാചകൻ. സമകാലിക വിശ്വാസികൾക്ക് ഈ വചനങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, നിങ്ങൾക്കും എനിക്കും. ലോകത്തിലെ സമ്പത്തിലും ശാസ്ത്ര നേട്ടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും റോബോട്ടിക്സിലും മാത്രം ആശ്രയിക്കുന്ന ആധുനിക മനുഷ്യന് ഈജിപ്തിൻ്റെ തകർച്ച ഒരു വലിയ പാഠമാണ്. ദൈവികമായ ജ്ഞാനമില്ലാതെ മനുഷ്യൻ പടുത്തുയർത്തുന്നതെല്ലാം ഒരു നാൾ തകർന്നു വീഴുമെന്ന് നാം തിരിച്ചറിയണം. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാൻ ഈ വചനങ്ങൾ നമ്മെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഭയപ്പെടാതെ അത് ദൈവത്തിലേക്കുള്ള ഒരു വഴിത്തിരിവാണെന്ന് നാം കരുതണം. ലോകത്തിൻ്റെ അംഗീകാരത്തേക്കാൾ
ദൈവത്തിൻ്റെ പ്രീതിക്കായി ദാഹിക്കുന്നവരായി നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും മാറേണ്ടതുണ്ട്. എവിടെയൊക്കെ അശാന്തിയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. ഈജിപ്തും അസീറിയയും ഇസ്രായേലും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അന്ത്യകാലത്തെ സഭയുടെ പൂർണ്ണതയെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് മേഘത്തിന്മേൽ വരുന്നത് അവിടുത്തെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൻ്റെ മുൻകുറിയാണ്. ആ ദിവസം എല്ലാ ജനതകളും ഒരുപോലെ അവിടുത്തെ സന്നിധിയിൽ മുട്ടുകുത്തുകയും അവിടുന്ന് എല്ലാവർക്കും രക്ഷകനായി മാറുകയും ചെയ്യും. അതിനാൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും നമുക്ക് കാത്തിരിക്കാം. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് ആ ദിവസം വലിയ സന്തോഷത്തിൻ്റെ ദിനമായിരിക്കും. കർത്താവ് കൂടെയുള്ളപ്പോൾ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവിടുന്ന് നമ്മെ നിത്യമായ സമാധാനത്തിലേക്ക് നയിക്കും. ആമേൻ.